ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് തിരക്ക് പിടിച്ച ദിവസമായിരുന്നു കേട്ടോ. ബൂസിനെ പണിക്ക് നിന്നപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല. അപ്പോൾ ഓടി വന്ന് കാക്ക് ചപ്പാത്തി വെജിറ്റബിൾ കറിയൊക്കെ ഉണ്ടാക്കി. അപ്പം ഒന്നും വീഡിയോ എടുക്കാൻ തോന്നില്ല. അത് കഴിഞ്ഞിട്ട് നല്ല അടിപൊളി ഒരു കറി ഉണ്ടാക്കുകയാണ്. അത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കറി, നല്ല ടേസ്റ്റുള്ള കറി കേട്ടോ. അപ്പം ഞാൻ തോന്നി അതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാൻ. എല്ലാവരും ഒക്കെ അറിയുന്ന കറിയായിരിക്കും, എന്നാലും ഞാനൊന്ന് വീഡിയോ എടുക്കാം കേട്ടോ. നാളെ ഞാനൊന്ന് അരച്ചൊഴിക്കേണ്ട, പെട്ടെന്ന് നമുക്ക് ഇതുപോലെ തിരക്കുള്ള ദിവസങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു കറി. ജസ്റ്റ് പരിപ്പൊന്ന് വേവിക്കുക. അതിലേക്ക് സബോള, തക്കാളി, ഉരുളൻകിഴങ്ങ്, പച്ചമുളക് ഇത്ര മാത്രം ഇടുക. അതിനുശേഷം മുളക് പൊടി 1 ടീസ്പൂണ്, മല്ലിപ്പൊടി 1 ടീസ്പൂണ്, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുക. ഒന്ന് അടച്ചു വെച്ച് വിസിൽ വരുന്നവരെ വേവിക്കുക കേട്ടോ. പിന്നെ ഒരു 3 കോഴിമുട്ട എടുത്തു. അതിലേക്ക് പച്ചമുളകും സബോളയിട്ട് നന്നായി അടിച്ചു വെച്ചു കേട്ടോ. അത് അവിടെ മാറ്റി വെച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ വിസിലടിച്ചു. അപ്പോൾ കടുകും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും കറിവേപ്പിലയും വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതും ഇടുക കേട്ടോ. അത്ര ഇട്ടിട്ട് അത് താളിച്ചു. നമ്മുടെ കറി റെഡി ആയിട്ടോ. ഈ കറി നല്ല ടേസ്റ്റുള്ള കറി കേട്ടോ. എല്ലാവർക്കും അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടും ഇപ്പോൾ കുക്കിംഗ് പഠിച്ച് വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പ കറി ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടോ. പിന്നെ വേഗം ക്യാരറ്റ് ഒരു 4-5 എടുത്തു. ക്യാരറ്റും നാളികേരം ചിരകിയത് അതിലേക്കിട്ടു. പിന്നെ 2 ചുവന്നുള്ളി അരിഞ്ഞിട്ടു. പിന്നെ സവോള അതിലേക്കിട്ടു. പിന്നെന്താ, എന്നിട്ട് നന്നായി തിരുമ്പിട്ടോ. നാളികേരവും നമ്മുടെ പൊടിയുപ്പും എല്ലാം അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് സബോളയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായി തിരുമ്പി, എന്നിട്ട് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് ഈ നമ്മൾ തിരുമ്പി വെച്ചിട്ടില്ലേ അത് അതിലേക്ക് ഇട്ടിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കണം. വേണമെങ്കിൽ ഒഴിച്ചാൽ മതി. ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ആവിയിൽ കുറച്ച് തീയിൽ നന്നായി വേവിച്ചെടുക്കുക കേട്ടോ. നല്ല അടിപൊളിയാണ്. പെട്ടെന്ന് ആവി വന്നത് വെന്ത് കിട്ടും. നമ്മുടെ ക്യാരറ്റ് നല്ല ഹെൽത്തി ഉപ്പേരിയാണ്. നല്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഉപ്പേരി. അപ്പോൾ ഇതൊക്കെയായിരുന്നു. അപ്പോൾ ഞാൻ കോഴിമുട്ട അപ്പളക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ. കോഴിമുട്ട ഞാൻ അങ്ങനെ മാറ്റി വെച്ചു, ഫ്രിഡ്ജിലേക്ക് വെച്ചു കേട്ടോ. അപ്പോൾ പൊരിച്ചില്ല. ഇന്ന് നമുക്ക് ഇതൊക്കെ തന്നെയായിരുന്നു. പിന്നെ അച്ചാറും ഉണ്ടായിരുന്നു. ഇതൊക്കെയും കൂട്ടിയിട്ട് തന്നെ ഞാൻ ഉച്ചയ്ക്ക് ചോറെല്ലാവരും കഴിച്ചത് കേട്ടോ. ക്യാരറ്റും പിന്നെ നമ്മുടെ ഈ സബോളയും തക്കാളിയും ഉരുളക്കിഴങ്ങും ഇട്ടുള്ള കറി, അസൽ കറി ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. അപ്പോഴത്തേനും വേഗം അടിക്കലും തുടയ്ക്കലൊക്കെയുള്ള പണികൾ നോക്കാൻ നിന്നു. അപ്പോഴത്തേനൊക്കെ ഒരു കകി ഈ സമയമായിട്ടുണ്ടെങ്കിൽ ഒരു ജ്യൂസ് വേണം. 10-11 മണിയായാൽ ജ്യൂസ് ചോദിക്കും. എന്തെങ്കിലും കുടിക്കാണ്ടോ ചോദിക്കും. അപ്പോൾ വേഗം ഒരു ഗ്ലാസ് ജ്യൂസ് അടിച്ച് കുടിച്ചിട്ട് ഒരു 3 ഓറഞ്ച് എടുത്തിട്ട് വേഗം നല്ല ഫ്രഷ് ജ്യൂസ് അടിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അടിക്കലും തുടയ്ക്കലും തിരുമ്പലും പറഞ്ഞ പോലെ എല്ലാ പണികളും കഴിഞ്ഞ് വേഗം കുളിയും തന്നെയൊക്കെ കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ 4 മണിയായി. 4 മണിയായപ്പോൾ വേഗം ചപ്പാത്തി ഒരു 2-3 ചുട്ടു. ചപ്പാത്തിക്ക് നമ്മൾ കോഴിമുട്ട എന്താ പറയുക വെറുതെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല ഓംപ്ലേറ്റ്. അപ്പോൾ അത് പൊരിച്ചു കേട്ടോ. അത് അപ്പളാണ് പൊരിച്ച് 4 മണിക്ക് അടുത്തത്. ഞാൻ മറ്റേതിന് എടുത്തില്ല, പപ്പടം ഇതെല്ലാം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ വേണ്ട, അതവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇപ്പളാണ് പൊരിച്ചത്. എന്നിട്ട് അതിലേക്ക് ഇത്തിരി വെജിറ്റബിളും അതുപോലെ ഇത്തിരി ടൊമാറ്റോ സോസും ഒക്കെ ഇട്ടിട്ട് എന്താ പറയുക ചപ്പാത്തിയുടെ നടുവിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് പിന്നെ ചായയും വെച്ചിട്ട് അതാണ് 4 മണിക്ക് കൊടുത്തത് കേട്ടോ. ഞാൻ ഒരെണ്ണം കഴിച്ചു, 2 കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ കേക്കിൻ്റെ പണിക്ക് നിന്നു കേട്ടോ. അപ്പോൾ ഇതിനും കുളിയും നനയ്ക്കും കഴിഞ്ഞു കേട്ടോ. അപ്പോഴത്തേനും വൈകിയല്ലോ. എന്നിട്ട് പിന്നെ കേക്കിൻ്റെ പണിക്ക് നിന്നു. ഗോപുരം കേക്കായിരുന്നു കേട്ടോ. 3 കിലോൻ്റെ ഒരു ഗോപുരം കേക്കിൻ്റെ ഓർഡർ ആയിരുന്നു. പിസ്ത ആൻഡ് മാംഗോ ഫ്ലേവർ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ലെയർ പിസ്ത എടുത്തു. പിന്നെ മുകളത്തെ കുട്ടി ലെയറും പിന്നെ ഒരു എന്താ പറയുക വലിയ ലെയറും കൂടിയിട്ട് മാംഗോ എടുത്തു കേട്ടോ. ഈ കേക്ക് അസൽ കേക്കാട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മുടെ കസ്റ്റമറിനൊക്കെ നല്ല ഇഷ്ടമായി. അവർ നമുക്ക് സ്ഥിരം ഓർഡർ തരുന്ന കസ്റ്റമർ തന്നെ കേട്ടോ. അവർ പ്രത്യേകം വിളിച്ച് പറഞ്ഞു നല്ല ഇഷ്ടമായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ ഞാൻ സത്യം പറഞ്ഞിട്ട് ഇത് കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഗ്ലൗസ് ഇടാൻ മറന്നു പോയതാണ്. നല്ല തിരക്കുള്ള പിടിച്ച സമയത്ത് ഗ്ലൗസ് ഇടാനൊന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഗ്ലൗസ് ഒന്നും ഇട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ കാണുന്ന സമയത്താണ് എനിക്ക് ഗ്ലൗസിൻ്റെ കാര്യം ഓർമ്മ വന്നത് ഗൈസ്. അങ്ങനെ ഞാൻ വേഗം ആ കേക്കൊക്കെ ഉണ്ടാക്കി. ഞാൻ പറഞ്ഞില്ല ഒന്നിനും സമയം ഉണ്ടായിരുന്നില്ല. എനിക്കും നല്ല തിരക്ക് പിടിച്ചു. അല്ലെങ്കിൽ ചിലപ്പോൾ ഉച്ചയ്ക്ക് ഒന്ന് കിടക്കാനുള്ള സമയം കിട്ടും, അതിനുള്ള നേരം കിട്ടിയില്ല. അതിൻ്റെ ഇടയിൽ റിയമോളെ സ്കൂളിലേക്ക് കൊണ്ടുവന്നു. അങ്ങനത്തെ പണികളൊക്കെ അതിൻ്റെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവർ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് പിന്നെ അതുപോലെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇങ്ങനത്തെ കറികളൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കറികളാണ്. എന്നാൽ ഇത്ര തിരക്കിൽ വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റിയ കറികളാണ് കേട്ടോ ഇത്. അതുകൊണ്ടത് എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ പറഞ്ഞില്ല, അറിയാത്ത ആൾക്കാരുണ്ടാവും. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരും പെട്ടെന്ന് ഇപ്പോൾ ചോറും കറികളൊക്കെ ഉണ്ടാക്കി പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ആ കറി ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ നമ്മുടെ ഗോപുരം കേക്ക്
സാധാരണ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഫസ്റ്റ് സ്പഞ്ച് കേക്കൊക്കെ ഉണ്ടാക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ പിസ്ത ഫ്ലേവർ ആയിരുന്നു. അതിൻ്റെ ഉള്ളിൽ നട്ട്സുകൾ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ചോക്ലേറ്റ് ഒഴിച്ചു. ഇത് മധുരം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കേട്ടോ. മധുരം ഉണ്ടായിക്കോട്ടെ, മധുരം കുഴപ്പമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ചോക്ലേറ്റേക്ക് നല്ലോണം ഉള്ളിൽ ഒഴിച്ചു കേട്ടോ. മധുരം കുറവ് വേണമെന്നുള്ളവർക്ക് ഉള്ളിൽ ചോക്ലേറ്റൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ പറയും ഓ മധുരമാണ്, നല്ല മധുരം കൂടിപ്പോയി എന്നുള്ളൊരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ട് കേക്ക് നന്നായിരുന്നു, മധുരം കൂടിപ്പോയി. അപ്പോൾ ഞാൻ ആദ്യം കസ്റ്റമർ ചോദിക്കും മധുരം വേണോ, മധുരം കുറവ് വേണോ, മധുരം കൂടുതൽ വേണോ എന്നൊക്കെ കേട്ടോ. അപ്പോൾ അവർ പ്രത്യേകം നമ്മുടെ ഇങ്ങോട്ട് പറഞ്ഞതാണ് മധുരം കൂടുതൽ വേണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ ഫസ്റ്റത്തെ ലെയറിൽ മുകളിൽ എന്താ പറയുക നമ്മുടെ മാംഗോ ഫ്ലേവർ കേട്ടോ. അവർ സ്ഥിരം നമ്മുടെ മാംഗോ ഫ്ലേവർ വാങ്ങുന്ന നമ്മുടെ കസ്റ്റമറാണ് കേട്ടോ. പക്ഷേ അവർ പറഞ്ഞു പിസ്ത ഫ്ലേവറും കൂടി ഒന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പിസ്ത ഫ്ലേവറും പകുതി മാംഗോ ഫ്ലേവറും മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് തന്നെ പിസ്ത ഫ്ലേവർ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് മുകളിലത്തെ ഒരു തട്ടും മാംഗോയും കൂടിയിട്ട് അങ്ങനെ കൊടുത്തു കേട്ടോ. ഒരു സ്ലൈസിൽ മൊത്തം മാംഗോ ആണ്, മറ്റേ ചൂടിൽ മൊത്തം പിസ്തയാണ് കേട്ടോ. എന്നിട്ട് അവർ പറഞ്ഞു അവരാകെ നമ്മുടെ എപ്പോഴും വാങ്ങാറുള്ളത് മാംഗോ കേക്കാണ് കേട്ടോ. മാംഗോ കേക്ക് വൈറ്റ് ചോക്ലേറ്റ് കേക്ക് മാത്രമേ നമ്മുടെ അവർ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് തന്നെ തിരിച്ചു മറിച്ച് വാങ്ങിയിരുന്നത്. അപ്പോൾ ഈ ബർത്ത്ഡേക്കാണ് ആദ്യമായിട്ട് നമ്മുടെ പിസ്ത ഫ്ലേവർ അവർ ഓർഡർ ചെയ്തിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ പിസ്ത ഫ്ലേവർ ചൂട്ടിൽ കൊടുത്തു. പിന്നെ അവർക്ക് നല്ല ഇഷ്ടമായിട്ടോ. പിസ്ത ഫ്ലേവർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ആദ്യമായിട്ടാണ് കഴിക്കണത് എന്നൊക്കെയും പറഞ്ഞു. അതൊക്കെയും കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ വയറ് നിറയുമല്ലോ. നല്ല സന്തോഷമായി. ഞാൻ ഗ്ലൗസ് ഇടാത്തതുകൊണ്ട് ഇനി നമ്മുടെ സ്ഥിരം കസ്റ്റമർ വന്നിട്ട് ഇനി ഗ്ലൗസിന് കുറ്റം പറയും. ഞാനാണെങ്കിൽ നല്ല തിരക്കിൽ മറന്നുപോയി ഗ്ലൗസ് ഇടാൻ. വീഡിയോ എടുക്കുന്ന സമയത്താണ് കടച്ചവനെ ഗ്ലൗസ് ഇട്ടിട്ടില്ല എന്ന് ഓർമ്മ വന്നിട്ടോ. ഇനിയുള്ള വീഡിയോയിലേക്ക് ശരിയായിട്ട് ഗ്ലൗസ് ഇടാൻ ഓർക്കാട്ടോ. എപ്പോഴും മറക്കുക ചെയ്യുന്നത് വേണമെന്ന് വെച്ചിട്ടൊന്നുമല്ല. അങ്ങനെ എന്താ പറയുക, അത്രയും തിരക്കല്ലേ. നമ്മൾ രാവിലെ എണീറ്റിട്ട് വീട്ടിലത്തെ പണികളും എല്ലാ പണികളും ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് എല്ലാം മറന്നു പോയി ചെയ്യുന്നത്. നമ്മുടെ കസ്റ്റമർ പറയുന്ന സമയത്ത് നമുക്ക് കേക്ക് എത്തിക്കണമല്ലോ. ഇത് 3 കിലോൻ്റെ കേക്കാണ് കേട്ടോ. ഗോപുരം കേക്കാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഗോപുരം സൈസ് അവർ മോഡൽ അയച്ചു തന്നു കേട്ടോ. അതേപോലെ തന്നെ ചെയ്തു കൊടുത്തത്. അവർ മനസ്സിൽ കണ്ട് അതേപോലെ തന്നെ കേക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതാണ് ഏറ്റവും വലിയ സന്തോഷം. എന്തായാലും ഈ വീഡിയോ കാണാൻ നമ്മുടെ സ്ഥിരം കസ്റ്റമറിനെയാണ്, അവർക്ക് താങ്ക്സ്. ഈ വീഡിയോ എടുത്തിട്ട് 2-3 ദിവസമായിട്ടോ. ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത്. അതിൻ്റെ ഇടയിൽ കുറച്ച് നേർച്ചയും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇട്ടു. പിന്നെ വേറെ എന്താ അങ്ങനെ തിക്കും തിരക്കിൻ്റെയും അതിൻ്റെ ഇതിൻ്റെയും പറഞ്ഞാൽ പിന്നെ ഒരു ദിവസം മൊത്തം ലൈവ് ഇട്ടുണ്ടായിരുന്നു. ഇന്ന് ഫുള്ള് ലൈവ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ജസ്റ്റ് എഡിറ്റ് ചെയ്ത് വെച്ചു, സൗണ്ടൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് വിചാരിച്ചു ഇത് സൗണ്ടൊക്കെ കൊടുത്ത് നാളെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റായി. മാംഗോയും പിസ്തയും പിന്നെ വേഗം ഇതിൽ ഗോൾഡൻ കളറ് നമ്മുടെ 4 ഭാഗത്ത് അരുവിന് കൊടുത്തു കേട്ടോ. അതിന് ശേഷമാണ് ഈ കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലത്തെ ലെയർ ഉണ്ടാക്കാൻ തുടങ്ങിയത് കേട്ടോ. അതിന് ശേഷം ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയ കേക്ക് ആയിരുന്നു. പെട്ടെന്ന് നമുക്ക് ഓർഡർ കിട്ടിയതാണ് കേട്ടോ. പെട്ടെന്ന് തരുന്നത് കാരണമാണ് നമുക്ക് വേഗം ചെയ്യാൻ നിൽക്കുന്നതും. നമുക്ക് ഇന്ന് രാവിലെ കിട്ടിയ ഓർഡറാണ്, രാത്രി കൊടുക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലാണ് ഞാൻ ഗ്ലൗസ് ഇടാൻ മറന്നുപോയത്. അപ്പോൾ ഗ്ലൗസ് അടുത്ത വീഡിയോയിൽ മുതലിടാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം ഇന്ന് രാത്രി 9 മണിക്ക് ഈ കേക്ക് കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞില്ല രാവിലെ തന്നു, രാത്രി 9 മണിക്ക് തരും. പക്ഷേ നമുക്ക് രാവിലെ തന്നാലും രാത്രി വരെ ടൈമുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുക്കാനുള്ള നേരം ഉണ്ടാവണം. അതേപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള പണികളും വീട്ടിലത്തെ പണികളും കേക്കിൻ്റെ പണികളൊക്കെയും കഴിയണമല്ലോ. അത് കഴിഞ്ഞിട്ടാണ് ലാസ്റ്റാണ് ഇത് വീഡിയോ എടുത്തത് കേട്ടോ. 1 കിലോൻ്റെ 2 കേക്ക് ഉണ്ടായിരുന്നു. അത് അതിൻ്റെ ഇടയിൽ ചെയ്ത് കഴിച്ചു കേട്ടോ. ഞാൻ ഇന്നലെ സ്പഞ്ച് ഉണ്ടാക്കി വെച്ചതുകൊണ്ടാണ് വേഗം ഇത്രയും സ്പീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റിയത് കേട്ടോ. പിന്നെ 3 കിലോൻ്റെ കേക്കാണ് വീഡിയോ എടുക്കാൻ. മറ്റേ 2 കേക്കും സാധാ വൈറ്റ് ചോക്ലേറ്റ് വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ അത് പ്രത്യേകം വീഡിയോ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വൈറ്റ് ഫോറസ്റ്റ് സാധാ ഡിസൈൻ തന്നെ അവർ തന്നത്. രണ്ടും ഒരാൾക്ക് തന്നെ ഓരോ കിലോൻ്റെ 2 കേക്ക് ആയിരുന്നു കേട്ടോ. അത് അവർക്ക് ഇഷ്ടമായി പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ അവർക്കും ഒരുപാട് താങ്ക്സ്. നമ്മൾ സ്ഥിരം കസ്റ്റമർ തന്നെ കേട്ടോ. ഒരുവിധം നമുക്ക് കേക്കിൻ്റെ ഓർഡറുകൾ തരുന്നതൊക്കെ നമ്മൾ 6 വർഷമായിട്ട് നമുക്ക് തരുന്ന കസ്റ്റമർ തന്നെയാണ് ഈ കേക്കിൻ്റെ ഓർഡർ തന്നിട്ടുള്ളത് കേട്ടോ. അവരെല്ലാവരും വീട്ടിലത്തെ എന്ത് ഫംഗ്ഷനും നമുക്ക് തന്നെയാണ് ഓർഡർ തരാറ്. അതുകൊണ്ട് ഞാൻ പ്രത്യേകം അവരത്തേക്കും താങ്ക്സ് പറയാം. 6 കൊല്ലമായിട്ട് സ്ഥിരമായിട്ട് വാങ്ങുക പറഞ്ഞാൽ അത് നമുക്ക് അത്രയും നമ്മളോടുള്ള വിശ്വാസം കൊണ്ടും നമ്മുടെ അടുത്തുള്ള ഇഷ്ടമുള്ളത് കൊണ്ട് നമ്മുടെ കേക്കിനോടുള്ള ഇഷ്ടം കൊണ്ടും അല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.